നമസ്കാരം. ദേവിയുടെ സാന്നിധ്യം ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നതായ ഒരു സമയം. ജീവിതത്തിൽ ഐശ്വര്യം, അഭിവൃദ്ധി ആഗ്രഹിക്കുന്നവർ ഈ 2 ദിവസങ്ങൾക്ക് അതീവ പ്രാധാന്യം നൽകണം. ഈ 2 ദിനങ്ങളിൽ ചില കാര്യങ്ങൾ ഏവരും ചെയ്യുന്നതിലൂടെ ദേവിയുടെ അനുഗ്രഹത്താൽ സൗഭാഗ്യ പെരുമഴ തന്നെ പെയ്യും. ഉയർച്ച നിങ്ങൾ സ്വപ്നം കാണുന്നതിനും അപ്പുറത്ത് തന്നെ ജീവിതത്തിൽ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. എന്നാൽ ഈ ദിവസങ്ങളിൽ ഇനി പറയുന്ന തെറ്റുകൾ ചെയ്യാൻ പാടുള്ളതുമല്ല. ആ കാര്യത്തെക്കുറിച്ചും ഏവരും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. നാളത്തെ ആ ദിവസം ചെയ്യേണ്ടതായ ആ കാര്യങ്ങളെക്കുറിച്ചും പാടില്ലാത്തതായ കാര്യങ്ങളെക്കുറിച്ചും വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം അമ്മയെ വന്ദിക്കുക, ഭദ്രകാളി ദേവിയെ വന്ദിക്കുക. ഓം ക്രീം കാളി എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യമായി പരാമർശിക്കാനായി പോകുന്നത് നാളത്തെ ദിവസം ചെയ്യാൻ പാടില്ലാത്തതായ ആ പ്രധാനപ്പെട്ട തെറ്റുകളെ കുറിച്ചാകുന്നു. ഈ തെറ്റുകൾ ഒരിക്കലും നിങ്ങൾ വീടുകളിൽ ചെയ്യാൻ പാടുള്ളതല്ല. അതിൽ ആദ്യത്തേതായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് നാളത്തെ ദിവസം കുളിക്കാതിരിക്കരുത് എന്നുള്ള കാര്യമാണ്. കുളിക്കാതിരിക്കുന്നത് അതീവ ദോഷകരമാണ്. കൂടാതെ ഇന്നേ ദിവസം മുഷിഞ്ഞ വസ്ത്രങ്ങൾ അത് ഏത് കാരണങ്ങൾ കൊണ്ടാണ് എങ്കിലും ധരിക്കുന്നത് ദോഷകരമാണ്. ദേവീപ്രീതി അല്ലെങ്കിൽ അന്നത്തെ ദിവസം നിങ്ങൾക്ക് വന്നു ചേരേണ്ടതായ ശുഭകാര്യങ്ങൾ തടസ്സപ്പെടുന്നതിനും നിർഭാഗ്യം വന്നു ചേരുന്നതിനും അത് കാരണമായി തീരും. നെഗറ്റീവായ ഊർജം നിങ്ങളിൽ വർദ്ധിക്കുന്നതിനും അതിനാൽ തന്നെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. സ്ത്രീകൾ ഇന്നേ ദിവസം പ്രത്യേകിച്ചും കുങ്കുമം അണിയാതിരിക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. സ്ത്രീകൾ കുങ്കുമം ധരിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. പ്രത്യേകിച്ചും ദേവീക്ഷേത്രത്തിലെ കുങ്കുമമാണ് അണിയുന്നത് എങ്കിൽ ഇരട്ടി ഫലദായകമാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. ഇന്നേ ദിവസം അടുക്കളയിൽ പ്രവേശിക്കുമ്പോൾ പ്രത്യേകിച്ചും കുളിച്ചതിന് ശേഷം അടുക്കളയിൽ പ്രവേശിക്കുന്നതാണ് ഏറ്റവും വിശേഷം. വീടുകളിൽ ആദ്യം വിളക്ക് തെളിയിച്ചതിന് ശേഷം നിങ്ങൾ അടുക്കളയിൽ പ്രവേശിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമായിട്ടുണ്ട്. ഈ കാര്യത്തിനും പ്രാധാന്യം നൽകണം. അടുക്കളയിൽ പ്രവേശിക്കുമ്പോൾ പഴയ പാത്രങ്ങൾ, പ്രത്യേകിച്ചും എച്ചിൽ പാത്രങ്ങൾ അടുക്കളയിൽ ഉണ്ടാകുവാൻ പാടുള്ളതല്ല. അതിനാൽ ഇന്നേ ദിവസം തന്നെ രാത്രി കിടക്കുന്നതിന് മുൻപ് പാത്രങ്ങൾ കഴുകി വയ്ക്കേണ്ടതും അനിവാര്യമാണ്. എച്ചിൽ പാത്രങ്ങൾ പാടില്ല എന്ന കാര്യവും ഓർക്കണം. അടുക്കള ശുദ്ധിയായിരിക്കേണ്ടതും അനിവാര്യമാകുന്നു. അതിനാൽ തുടയ്ക്കുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. കീറിയ വസ്ത്രങ്ങൾ ഒരിക്കലും നിങ്ങൾ ഇന്നേ ദിവസം ധരിക്കുവാൻ പാടുള്ളതല്ല. കീറിയ വസ്ത്രം ഒരു വ്യക്തി ധരിക്കുന്നതിലൂടെ ആ വ്യക്തികൾക്ക് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം തന്നെയാണ് നഷ്ടമാകുക. കൂടാതെ ആ വ്യക്തികൾക്ക് നെഗറ്റീവ് ഊർജം ബാധിക്കുകയും അഥവാ നെഗറ്റീവായ കാര്യങ്ങൾ കൂടുതലായും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു. പ്രധാനമായും ധനപരമായ പ്രയാസങ്ങൾ, നിർഭാഗ്യം വേട്ടയാടുക, ചെയ്യുന്ന കാര്യങ്ങൾ വിജയത്തിൽ എത്തിക്കുവാൻ സാധിക്കാതിരിക്കുക, ടെൻഷൻ വർദ്ധിക്കുക, പല ചിന്തകൾ കടന്നു വരിക, അത്തരത്തിൽ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം. അതിനാൽ കീറിയ വസ്ത്രങ്ങൾ ധരിക്കരുത് എന്നാണ് പറയുക. അത്തരം വസ്ത്രങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ദേഷ്യം പല കാര്യങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് വന്നു ചേരാം. എന്നാൽ നാളത്തെ ദിവസം പൂർണ്ണമായും ദേഷ്യം നിങ്ങൾ ഒഴിവാക്കുക. നാളത്തെ ദിവസം ദേഷ്യപ്പെടുന്നതിലൂടെ നിങ്ങൾക്ക് വന്നു ചേരേണ്ടതായ ആ പോസിറ്റീവായ ഊർജത്തെ നെഗറ്റീവ് ഊർജം മറികടക്കുന്നതാണ്. അതിനാൽ തീർച്ചയായും നാളത്തെ ദിവസം ഈ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകണം. സ്ത്രീകളെ, കുട്ടികളെ മനഃപൂർവ്വം വിഷമിപ്പിക്കുവാൻ പാടുള്ളതല്ല. അവരെ ഏതൊരു കാരണങ്ങൾ കൊണ്ടും ഉപദ്രവിക്കുന്നതും അതീവ ദോഷകരമാണ്. ദേവീപ്രീതി നഷ്ടമാകുന്നതിനും ദേവീ കോപം നിങ്ങൾക്ക് വന്ന് ചേരുന്നതിനും കാരണമായി തീരും. മുതിർന്നവരെ ഒരു കാരണവശാലും ബഹുമാനിക്കാതിരിക്കരുത് എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. മുതിർന്നവർക്ക് ബഹുമാനം നൽകേണ്ടത് അനിവാര്യമാണ്. കൂടാതെ നാളെ ചില കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഒന്ന് മത്സ്യമാണ്. കൂടാതെ മാംസം, ലഹരി എന്നിവ പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കേണ്ടതായ ദിവസം കൂടിയാണ് നാളെ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ ഇരട്ടി ഫലം തന്നെയാണ് വന്നു ചേരുക. നാളെ നിറവയർ ആഹാരം കഴിക്കാതിരിക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കണം.
ഒരു കാരണവശാലും വീടുകളിൽ വിളക്ക് തെളിയിക്കാതിരിക്കുവാൻ പാടുള്ളതല്ല. 2 നേരവും വീടുകളിൽ വിളക്ക് തെളിയിക്കേണ്ടത് അനിവാര്യമാണ്. ഇനി അഥവാ ജീവിത സാഹചര്യത്താൽ സാധിക്കുന്നില്ല എങ്കിൽ 1 നേരമെങ്കിലും തീർച്ചയായും വീടുകളിൽ വിളക്ക് തെളിയിക്കാതിരിക്കരുത്. രാവിലെയും സന്ധ്യയ്ക്കും പ്രധാന വാതിൽ നിങ്ങൾ തുറന്നിടേണ്ടതായിട്ടുണ്ട്. ജനലുകളും അതിരാവിലെ തുറന്നിടുന്നതും ഏറ്റവും ശുഭകരമാണ്. ആ വീടുകളിൽ പോസിറ്റീവ് ഊർജം പ്രവേശിക്കുന്നതിന് ഏറ്റവും വിശേഷപ്പെട്ടതായ ഫലങ്ങൾ തന്നെ വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. കൂടാതെ നാളെ പ്രധാന വാതിലിൽ സ്വസ്തിക ചിഹ്നം, ഓം ചിഹ്നം വരയ്ക്കുന്നതും ഏറ്റവും വിശേഷമാണ്. കാരണം അത്രമേൽ അനുകൂലമായ കാര്യങ്ങളാണ് ഈ ചിഹ്നങ്ങൾ നിങ്ങളുടെ പ്രധാന വാതിലിൽ വരയ്ക്കുന്നതിലൂടെ സംഭവിക്കുക. ആ വീടുകളിൽ പോസിറ്റീവായ ഊർജം വർദ്ധിക്കും. നെഗറ്റീവായ ഊർജത്തിന് പ്രധാന വാതിലിലൂടെ പ്രവേശിക്കാതിരിക്കുവാൻ തടയുന്നതിന് സഹായകരമായി തീരും. എന്നാൽ പോസിറ്റീവ് ഊർജം ഇരട്ടിയായി പ്രവേശിക്കുകയും ചെയ്യും. ഇനി പരാമർശിക്കാനായി പോകുന്നത് നാളത്തെ ദിവസം ചെയ്യേണ്ടതായ ആ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാകുന്നു. തിങ്കളാഴ്ച അഥവാ മാർച്ച് 31 സന്ധ്യയ്ക്ക് വെളുത്ത പുഷ്പങ്ങൾ, അത് മുല്ലപ്പൂവാണ് എങ്കിലും അതല്ല താമരയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എങ്കിലും താമരയായാലും സമർപ്പിക്കുക. സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ ആ വീടുകളിലേക്ക് വന്ന് ചേരുന്നതിന് സഹായകരമായി തീരും. അതോടൊപ്പം മഞ്ഞൾ, കുങ്കുമം, മധുരം എന്നിവ സമർപ്പിക്കുന്നതും ഉത്തമമാണ്. ചുവന്ന പുഷ്പങ്ങൾ സമർപ്പിക്കുന്നതും അതീവ ശുഭകരമായി കണക്കാക്കാം. അതിനാൽ ചുവന്ന പുഷ്പങ്ങൾക്കും നിങ്ങൾ പ്രാധാന്യം നൽകണം. ഇനി ചുവന്ന പുഷ്പങ്ങളില്ല എങ്കിൽ വെളുത്ത പുഷ്പങ്ങളാണ് എങ്കിലും നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതുമാണ്. ഈ വസ്തുക്കൾ എല്ലാം തന്നെ ഒരു താലത്തിൽ സമർപ്പിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഏപ്രിൽ 1 ചൊവ്വാഴ്ച അതീവ പ്രാധാന്യമുള്ള ദിവസമായതിനാൽ തന്നെ ചുവന്ന പുഷ്പം കൂടി സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. കൂടാതെ അല്പം ശർക്കര കൂടി സമർപ്പിക്കുവാൻ സാധിക്കുകയാണ് എങ്കിൽ വിശേഷമാണ്. അത് നിങ്ങൾ വീടുകളിൽ ഉപയോഗിക്കുന്നതായ ശർക്കര ആകുവാൻ പാടുള്ളതല്ല. ഈ ആവശ്യത്തിനായി പുറമേ നിന്നും അല്പം വാങ്ങുന്നതാണ് ഉത്തമം. ഇങ്ങനെ ചെയ്യുന്നത് സൗഭാഗ്യം വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. ഈ 2 ദിവസങ്ങളിൽ ഇപ്രകാരം ചെയ്യുവാൻ സാധിക്കുന്നത്, അതായത് ദേവിക്ക് ഇപ്രകാരം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ദേവി നാമങ്ങൾ ജപിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എങ്കിൽ ദേവിയുടെ അനുഗ്രഹം നിങ്ങളിൽ ഉള്ളതിനാലാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. അതിനാൽ തീർച്ചയായും നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വ്രതം എടുക്കുന്നവർ തീർച്ചയായും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയുമായ വശ്യായ ആധിപരാശക്തിയുടെ വ്യത്യസ്ത ഭാവങ്ങൾ പ്രചാരത്തിലുണ്ട്. ഇതിൽ ശക്തിവിശേഷം വർദ്ധിച്ചതുമായ ഭദ്രകാളി ഭാവത്തിലാണ് ദേവിയെ മീനഭരണി നാളിൽ നാം ഏവരും ആരാധിക്കുന്നത്. ഇന്നേ ദിവസം ഏവരും വ്രതം അനുഷ്ഠിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മീനഭരണി ദിവസം അന്ന് ഉച്ചയ്ക്ക് 1 നേരം മാത്രം ഊണ് കഴിക്കുക. രാവിലെയും വൈകിട്ടും ഉപവസിക്കേണ്ടതാണ്. അതിന് ബുദ്ധിമുട്ടുള്ളവർക്ക് പഴവർഗ്ഗങ്ങളോ ലഘു ഭക്ഷണമോ കഴിക്കാവുന്നതാണ്. മത്സ്യ മാംസാദികൾ ഒഴിവാക്കുന്നതിനൊപ്പം ബ്രഹ്മചര്യവും പാലിക്കേണ്ടതായിട്ടുണ്ട്. വ്രത ദിവസം 2 നേരം കുളിച്ച് ദേവീക്ഷേത്ര ദർശനം നടത്തണം. ചുവന്ന വസ്ത്രം ദിവസം മുഴുവൻ അല്ലെങ്കിൽ ജപസമയത്ത് മാത്രമെങ്കിലും ധരിക്കണം. പുലവാലായ്മ കൂടാതെ ആർത്തവമുള്ളവരുമാണ് എങ്കിൽ ഈ സമയം നിങ്ങൾ ഒരിക്കലും വ്രതം അനുഷ്ഠിക്കുവാൻ പാടുള്ളതല്ല. 2 നേരവും വീട്ടിൽ പൂജാമുറിയിൽ നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കേണ്ടതുമാണ്. ഈ ദിവസം ഭദ്രകാളി ദേവിയുടെ മൂലമന്ത്രം രാവിലെയും വൈകിട്ട് അഥവാ സന്ധ്യയ്ക്കും നിങ്ങൾ തീർച്ചയായും ഈ മന്ത്രം ജപിക്കണം. ഇഷ്ടകാര്യ സിദ്ധിക്ക് ഏറ്റവും ഉത്തമമാണ്. അത്ഭുത ശക്തിയുള്ളതാണ് മൂലമന്ത്ര ജപം. അതിനാൽ തന്നെ തീർച്ചയായും ഈ മന്ത്രജപത്തിന് പ്രാധാന്യം നൽകണം. ശത്രുദോഷം മൂലം വരുന്ന ദുരിതങ്ങൾ നീക്കുവാനും ഈ മന്ത്രത്തിന് അത്ഭുത ശക്തിയുണ്ട്. ഭരണിവ്രതത്തിന്റെ ഭാഗമല്ലാത്തവരും ഈ മന്ത്രം 12, 21, 41 തുടങ്ങിയ ദിനങ്ങളിൽ ജപിക്കാവുന്നതാണ്. ഇത്രമേൽ ദിവസങ്ങളിൽ ഈ മന്ത്രം 48 തവണ നിങ്ങൾ ജപിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്കും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. മന്ത്രം ഇപ്രകാരമാണ്: ഓം ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയേ നമഃ എന്നാണ്. ഈ മന്ത്രം 48 തവണ നിങ്ങൾ ജപിക്കണം. ഭരണിനാൾ ജപം തുടങ്ങുന്നത് ഏറ്റവും ഉത്തമമാണ്. വ്രതം കഴിഞ്ഞ് പിറ്റേന്ന് ക്ഷേത്രത്തിൽ നിന്നും തീർത്ഥം സേവിച്ച്
നിങ്ങൾക്ക് പാരണ വീടാവുന്നതാണ്. തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ കാര്യസിദ്ധി വന്ന് ചേരുന്നതുമാണ്.